വില കുറഞ്ഞതിൻ്റെതായ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഒഴിച്ചാൽ അത്യാവശ്യം കിട്ടുന്ന സാധനമാണ് ഗൈസ്. ഈ ഗേറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ LED പ്രൊജക്ടറാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് ആണ് വരുന്നത്. എല്ലാം നേരം കെട്ട നേരത്താണ് കളികളെല്ലാം വരുന്നത്. അപ്പോൾ ഇതൊരെണ്ണം ഇങ്ങനെ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് രാത്രി ഇങ്ങനെ കളിയൊക്കെ കണ്ട് കിടന്നിറങ്ങാൻ പറ്റും. ബോക്സിനകത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ടർ വരും, ഒരു റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്, ഒരു കേബിൾ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പ്രൊജക്ടറിലോട്ട് നോക്കിയാൽ ഇവിടെ ഒരു പ്രൊജക്ഷൻ ലാമ്പ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഓട്ടോ ഫോക്കസിന്റെ സെൻസർ വരുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ ഒരു പവർ ബട്ടൺ, ഫോക്കസിനുള്ള ബട്ടൺ വരുന്നുണ്ട്. ബാക്കിലേക്ക് നോക്കിയാൽ HDMI പോർട്ട്, 3.5mm പോർട്ട്, ഒരു IR ബ്ലാസ്റ്ററിന്റെ പോർട്ട്, USB പോർട്ട്. ഇവിടെ ഒരു കുഞ്ഞ് ഫാനും വരുന്നുണ്ട്. ഇവിടെ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. നമ്മൾ കോംപ്ലക്സ് ആയിട്ട് ഒന്നുമില്ല, ചുമ്മാ എടുത്ത് വെച്ച് ഓൺ ആക്കി പ്രൊജക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് കാണാം. 10 വാട്ട്സിന്റെ സ്പീക്കർ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് അത്ര ഗംഭീരം എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ 3.5mm പോർട്ട് ഉപയോഗിച്ചോ എക്സ്റ്റേണൽ സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് സൂപ്പറായിട്ട് കേൾക്കാൻ പറ്റും. ഫുൾ HD പ്രൊജക്ടർ ആണ്. മാക്സിമം പ്രൊജക്ഷൻ നിങ്ങൾക്ക് 300 ഇഞ്ച് സൈസിലാണ് കാണാൻ പറ്റുന്നത്. 60,000 മണിക്കൂറാണ് ഈ ലാമ്പിന്റെ ലൈഫ് പറയുന്നത്. പിന്നെ Wi-Fi 6ന്റെ ഡുവൽ ബാൻഡ് Wi-Fi ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.0യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്. 1GB റാമും 8GB സ്റ്റോറേജും ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ നേരെ വോളിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നേരെ റൂഫിലോട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്ത് കാണാൻ പറ്റും. കുറച്ച് ആഴ്ചകളായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു. 10,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് എനിക്ക് വന്നത്. ആ ഒരു വിലക്ക് ഇത് ആക്ച്വലി ഒരു മുതലാണ്. നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 4K കണ്ടന്റ് ഒക്കെ ലോഡ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അത് ഡീകോഡ് ചെയ്ത് ഫുൾ HDയിലോട്ടൊക്കെ വരാനായിട്ട് ചെറിയൊരു ജിറ്ററിംഗ് ഉണ്ട്. ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ നേരം ആ വീഡിയോ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. പക്ഷേ അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് ഓടിയും പോകോളൂ. അത്യാവശ്യം വേണ്ടുന്ന OTT പ്ലാറ്റ്ഫോമുകളെല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേണ്ടത് നമുക്ക് ഇതിന്റെ തന്നെ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. ഒന്നുകിൽ അതിൽ കയറിയോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോർ ഇതിനകത്തുണ്ട്. അതിനകത്ത് ലോഗിൻ ചെയ്തിട്ട് അതുവഴി പുതിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 8GB സ്റ്റോറേജേ ഉള്ളൂ. അതിന് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഇത് സെറ്റപ്പ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ഇത് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് വോളിലാണ് പ്രൊജക്ട് ചെയ്യേണ്ടത് അങ്ങോട്ട് എടുത്ത് വെക്കുക, ഓൺ ആക്കുക. ഓൺ ആയി വരുമ്പോൾ നിങ്ങളുടെ പ്രൊജക്ടറും വോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഈ സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് പ്രൊജക്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ റൂമിൽ ചിലപ്പോൾ ഒരു 300 ഇഞ്ച് പ്രൊജക്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് എത്ര സ്പേസിലാണ് പ്രൊജക്ട് ചെയ്യേണ്ടത് അതിങ്ങനെ നമുക്ക് ഈ ലെൻസിന്റെ സൂം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്പേസിന്റെ പാകത്തിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്രൊജക്ടർ ഒന്ന് അനങ്ങിയാൽ പോലും തനിയെ വീണ്ടും ഇത് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ആയിക്കോളും. ഇനി അതല്ല ആ ഫോക്കസ് നിങ്ങൾക്ക് സുഖമായിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ +- ബട്ടൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ റിമോട്ടിൽ ഫോക്കസിങ്ങിനുള്ള ബട്ടൺ ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ റിമോട്ടിൽ മറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് പവർ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ, സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ, സെറ്റിംഗ്സ്, ഹോം ബട്ടൺ, പിന്നെ നാവിഗേറ്റ് ചെയ്യാനുള്ള ബട്ടൺ, മെനുവിനുള്ള ബട്ടൺ, വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ, സോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മൗസ് ബട്ടൺ വരുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നാവിഗേഷൻ യൂസ് ചെയ്തിട്ട് മൗസ് യൂസ് ചെയ്യുന്ന പോലെ ഈ റിമോട്ട് ഉപയോഗിക്കാൻ പറ്റും. ബ്രൈറ്റ്നസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 500 ISO ലൂമൻസ് ആണ് പറയുന്നത്. കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നോർമൽ ഇതിൽ 12,000 ലൂമൻസ് അങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം ബ്രൈറ്റ് ആണ്. ബ്രൈറ്റ്നസ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തതില്ല. 100% ഡസ്റ്റ് പ്രൂഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് ഒന്നും അല്ല ഈ പ്രൊജക്ടർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് രാത്രി കിടക്കാൻ നേരം സിനിമയൊക്കെ കണ്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് രീതിയിൽ നിങ്ങൾ പ്രൊജക്ടർ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നു. ഇതുവരെയും പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് ഇതിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ DM ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ.